ഒരു ഭാഗം നിങ്ങളുമായി ചിന്തിക്കാൻ താല്പര്യപ്പെടുന്നു. ക്രിസ്തു സാക്ഷി എന്ന വിഷയം പഠിക്കുകയാണ്. അതിനിടയ്ക്കാണ് ആത്മാവ് ഈ വിഷയത്തെ എൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നത്. റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 11, 12, 13 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. സമയമുള്ളതുപോലെ ആ വിഷയം ചിന്തിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ. റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 11, 12, 13. നിങ്ങളുടെ സ്ഥിരീകരണത്തിനായി ആത്മീകവരം വല്ലതും നിങ്ങൾക്ക് നൽകേണ്ടതിന്, അതായത് നിങ്ങൾക്കും എനിക്കും ഒത്തൊരുമിച്ചുള്ള വിശ്വാസത്താൽ നിങ്ങളോടുകൂടെ എനിക്കും ആശ്വാസം ലഭിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ കാണുവാൻ വാഞ്ചിക്കുന്നു. എന്നാൽ സഹോദരന്മാരെ, എനിക്ക് ശേഷം ജാതികളിൽ എന്ന പോലെ നിങ്ങളിലും വല്ല ഫലവും ഉണ്ടാകേണ്ടതിന് നിങ്ങളുടെ അടുക്കൽ വരുവാൻ പലപ്പോഴും ഭാവിച്ചു എങ്കിലും ഇതുവരെ മുടക്കം വന്നു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. നമുക്ക് ആ ഭാഗങ്ങൾക്കകത്തേക്ക് വരാം. എൻ്റെ പഠനത്തിനകത്ത് നിന്ന്, ദൈവവചനം പഠിച്ചതിനകത്ത് നിന്ന് എനിക്ക് ഏറ്റവും എക്സൈറ്റഡ് ആയി തോന്നിയിട്ടുള്ള എല്ലാ വാക്കുകളും എക്സൈറ്റഡ് ആണ്. പക്ഷെ എക്സൈറ്റഡിനേക്കാളും എക്സൈറ്റഡ് ആയി തോന്നിയിട്ടുള്ള ഒരു ലേഖനമാണ് റോമർക്ക് എഴുതിയ ലേഖനം. പകരം വെക്കാനില്ലാത്ത ലേഖനം എന്ന് പറയേണ്ടി വരും. കാരണം മറ്റ് പുസ്തകങ്ങൾ, മറ്റ് ലേഖനങ്ങൾ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ വിഷയങ്ങളെ സംബന്ധിച്ച് ക്രിസ്തു ലൈഫിൻ്റെ, ക്രിസ്തു ജീവിതത്തിൻ്റെ, ക്രിസ്തു നമ്മളിൽ ജീവിക്കുന്നതിൻ്റെ ഭാഗമായി നമ്മൾ ഗ്രഹിക്കേണ്ട ഒരാശയത്തെ മറ്റൊരു രീതിയിൽ അവതരിപ്പിക്കപ്പെട്ട ആശയങ്ങളെ, വെളിപ്പെടുത്തലുകളെ നമുക്ക് മറ്റ് പുസ്തകങ്ങൾക്കകത്ത് കാണാൻ പറ്റും. പക്ഷേ മറ്റെങ്ങും പറയാത്ത ഒരുപാട് സത്യങ്ങൾ തുറന്നിട്ടിരിക്കുന്ന ഒരു പുസ്തകമാണ്, ഒരു ലേഖനമാണ് ഈ റോമർക്ക് എഴുതിയ ലേഖനം. ഈ വിശ്വാസത്താലുള്ള നീതീകരണം ഒന്നുകൂടെ താഴോട്ടിറങ്ങിയാൽ, രക്ഷ എന്ന വിഷയം ഒന്ന് തുറന്നാൽ, രക്ഷ തുറന്നാൽ 3 വിഷയങ്ങളെ കാണാൻ പറ്റും. അതൊന്ന് നീതീകരണമാണ്, 2 വിശുദ്ധീകരണമാണ്, 3 തേജസ്കരണമാണ്. ഈ രക്ഷാശാസ്ത്രത്തിനകത്ത് കിടക്കുന്ന എല്ലാ മുക്കും മൂലയും പൗലോസ് ഏറ്റവും ഭംഗിയുള്ള ഭാഷയിൽ മനുഷ്യന് മനസ്സിലാകുന്ന രീതിയിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന ചില വാക്കുകളെ, ഒന്നിലധികം വാക്കുകളെ നമുക്കിതിനകത്ത് കാണാൻ കഴിയുന്നു. അതുകൊണ്ട് പ്രാരംഭത്തിൽ ഞാൻ നിങ്ങളെ നിർബന്ധിക്കുന്നു ഈ ലേഖനം മടികൂടാതെ വായിക്കാനുള്ളൊരു മനോഭാവം നിങ്ങളുടെ ഉള്ളിലുണ്ടാകണം. ആമേൻ. ഇതിനകത്ത് കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ചിന്തിക്കുമ്പോൾ കർത്താവിനോട് ഒരു ആശയം പറഞ്ഞത്, ഈ ദൈവം തുറന്ന സഭ അതതിൻ്റെ പ്യൂരിറ്റി നഷ്ടപ്പെട്ട്, അതിൻ്റെ ഭംഗി നഷ്ടപ്പെട്ട് ഉപദേശ പെശകനകത്തേക്ക്, പാരമ്പര്യത്തിൻ്റെ ആശയങ്ങൾക്കകത്തേക്ക്, മാനുഷിക കൽപ്പനകൾക്കകത്തേക്ക് വഴിമാറി സഞ്ചരിച്ച് പോകവേ ദൈവവചനം വായിക്കാൻ തൽപരനായ ഒരു അച്ഛൻ്റെ അകത്ത് നവോത്ഥാനത്തിൻ്റെ ഉണർവുകളെ പകർന്നിട്ട ഒരു ലേഖനമാണ് ഈ ലേഖനം. ആമേൻ. മാർട്ടിൻ ലൂതർ എന്ന് പറയുന്ന പള്ളിയിലച്ഛൻ്റെ അകത്ത് ഇത് വായിച്ചപ്പോൾ ഉണർവിൻ്റെ ചലനമുണ്ടായി. സഭ ഇങ്ങനെയല്ല എന്നും, എങ്ങനെയാണ് പോകേണ്ടതെന്നും, സഭയിൽ എങ്ങനെയാണ് ആൾക്കാർ എന്നുള്ള കൃത്യമായ വെളിപ്പെടുത്തലുകളാൽ ആ കാലഘട്ടത്തിൽ താൻ ശക്തിയോടെ ഈ വചനത്തിൻ്റെ, ഈ ലേഖനത്തിൻ്റെ വെളിപ്പാടുകൾ മടികൂടാതെ തനിക്ക് വിരോധമായി നിലനിൽക്കുന്ന സമൂഹത്തിൻ്റെ നടുവിൽ ശക്തിയോടെ പറയാൻ തുടങ്ങിയപ്പോൾ നവോത്ഥാന കാലഘട്ടം, സഭയുടെ നവോത്ഥാന കാലഘട്ടം ഉണ്ടായി. ഞാൻ ആത്മാവിൽ പറയുന്നു, ഇത് വായിക്കുന്നത് പോലും ഒരു നവോത്ഥാനമാണ്. പറയുന്നില്ലല്ലോ. ഹല്ലേലൂയ. ഇത് വായിക്കുന്നത് പോലെ ഒരു രൂപാന്തരമാണ്. ദൈവം എങ്ങനെയാണോ നമ്മളെ മെനഞ്ഞിരിക്കുന്നത്, എങ്ങനെയാണ് നിങ്ങൾ മോൾഡ് ചെയ്യപ്പെടേണ്ടത്, ആ ഒരു രീതിയിലേക്ക് നമ്മളെ രൂപഭാവ വ്യത്യാസത്തിലേക്ക് മാറ്റി ദൈവം നമ്മളെ കൊണ്ടെത്തിക്കാൻ കഴിയുന്ന ഒരുപാട് വെളിപ്പെടുത്തലുകൾ ഇതിനകത്ത് കിടപ്പുണ്ട്. അതുകൊണ്ട് ഹല്ലേലൂയ, മടി കൂടാതെ വായിക്കണം. ഒന്നുകൂടി പറഞ്ഞാൽ, നിങ്ങളുടെ നിലനിൽപ്പ് എങ്ങനെയാണ്, നിങ്ങൾ എങ്ങനെയാണ് ക്രിസ്തുവിൽ നിലനിൽക്കുന്നത്, നിങ്ങൾ എങ്ങനെയാണ് വിശുദ്ധീകരിക്കപ്പെടുന്നത്, നിങ്ങൾ എങ്ങനെയാണ് നീതീകരിക്കപ്പെടുന്നത്, നിങ്ങൾ എങ്ങനെയാണ് തേജസ്കരിക്കപ്പെടുന്നത് എന്നുള്ള വെളിപ്പെടുത്തലുകൾ നൽകിയിരിക്കുന്ന ഭാഗം.
ആമേൻ. 1-2 അധ്യായങ്ങൾക്കകത്തൂടെ ഹല്ലേലൂയ നീതീകരണത്തിന്റെ ആവശ്യകത ജാതികളിലും യഹൂദന്മാരുടെ ഇടയിൽ സംഭവിച്ചത് ഹല്ലേലൂയ എടുത്തു പറഞ്ഞിട്ട് വിശുദ്ധീകരണത്തിന്റെ വാക്കിലേക്ക് പോകുന്നതിന് മുമ്പ് വിശ്വാസത്താലുള്ള നീതീകരണത്തെ ഏറ്റവും നന്നായി അവതരിപ്പിച്ച ഒരു പുസ്തകം. ഗലാത്യ ലേഖനത്തിനകത്ത് ഈ വെളിപ്പെടുത്തലുകൾ കാണാമെങ്കിലും ഇതുപോലെ നമുക്ക് കാണാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ക്രിസ്തുവേശുവിലൂടെ എത്ര പാപിയായിരുന്ന വ്യക്തിയും, എത്ര കൊലപാതകിയായ വ്യക്തിയും, എത്ര ദുഷ്ടനായ വ്യക്തിയും വിശുദ്ധീകരിക്കപ്പെടും, നീതീകരിക്കപ്പെടുമെന്ന് ഈ പുസ്തകം നമ്മോട് പറയാം. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങൾ എനിക്ക് സന്തോഷമുണ്ടായ ഒരു വാർത്തയുണ്ടായി. ഒരു ജയിലിനകത്ത് കിടന്ന, വിദേശത്ത് എവിടെയാണ്, ഇംഗ്ലണ്ടിലോ എവിടെയാണ്, ഹല്ലേലൂയ, അത് ഒരു ജയിലിനകത്ത്, നിങ്ങൾ വായിച്ചെന്ന്, ഒരു ജയിലിനകത്ത് കിടന്ന മുഴുവൻ കുറ്റവാളികളും സ്നാനപ്പെടാൻ തയ്യാറായെന്നല്ല, സ്നാനപ്പെട്ടു. ഹല്ലേലൂയ. എന്തൊരു ഇടപെടലാണ്. ഹല്ലേലൂയ. പുറത്ത് കിടക്കുന്നില്ല. കൊലപാതകര്, പീഡകര്, പീഡിപ്പിച്ചവര് എങ്ങനെയാണ് ഹല്ലേലൂയ അവർ സുവിശേഷം കേൾക്കുകയും ദൈവവചനം അവരുടെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തി ആ രൂപാന്തരം അവരുടെ ഉള്ളിൽ വന്നപ്പോൾ ഹല്ലേലൂയ അവർ കർത്താവിനായി ഹൃദയങ്ങളെ സമർപ്പിക്കാൻ തയ്യാറായി. പുറത്തിറങ്ങുന്നവരെല്ലാം യേശുവിൻ്റെ സുവിശേഷകന്മാരാകുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകരം ഞാൻ ആത്മാർത്ഥമായി വിളിച്ചു പറയുകയാണ് നിങ്ങളോട്, ഹല്ലേലൂയ, ഈ വചനത്തിന് ഒരു പ്രത്യേക ശക്തിയുണ്ട് നമ്മളെ രൂപാന്തരത്തിലേക്ക് കൊണ്ടുവരാൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതിൻ്റെ അകത്ത് നീതി നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ നമ്മളെ ഇപ്പോഴും പുതിയ നിയമത്തിന്റെ നീതിയിൽ നിൽക്കുമ്പോഴും നമ്മൾ മറ്റുള്ളവരെ നോക്കുമ്പോൾ ഞാനായതുപോലെ നിങ്ങളായോ എന്നൊരു ചിന്തയുണ്ടാകും, അല്ലെ? അങ്ങനെ ഒരു പ്രബോധനം എപ്പോഴും എന്നിൽ നിന്നും ഉണ്ടാകാറുണ്ട്. സത്യത്തിൽ അത് പാടില്ല എന്നുള്ളതാണ്. കാരണം ഹല്ലേലൂയ, എന്നെ നീതീകരിച്ച ദൈവമാണ് അവനെ നീതീകരിച്ചേക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യേശുവിന്റെ മുമ്പിൽ ഹല്ലേലൂയ ഈ പാപിനിയായ ഒരു സ്ത്രീയെ, ഈ വ്യഭിചാരം ചെയ്യുന്ന ഒരു സ്ത്രീയെ കൊണ്ടുവരുമ്പോൾ ഹല്ലേലൂയ യേശു ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്: നിങ്ങളിൽ പാപമില്ലാത്തവൻ, നിങ്ങളിൽ കുറ്റമില്ലാത്തവൻ ആദ്യം എറിഞ്ഞു. പിന്നെ എല്ലാവരും എറിഞ്ഞു. എറിയണ്ടെന്നല്ല പറഞ്ഞ, എല്ലാരും എറിഞ്ഞു. പക്ഷെ ആദ്യം എറിയുന്നവനെ എനിക്കൊന്ന് കാണണം. അവന്റെ ഉള്ളില് വലിയ വലിയ കല്ലുള്ളവർ ആദ്യം ഇട്ട് വെച്ച് തിരിച്ചു പോകാൻ തുടങ്ങി. ഹല്ലേലൂയ. അവിടുത്തെ പ്രശ്നം എന്നാണ്? യേശു പറയുന്നത്, നിങ്ങൾ പാപിയാണെന്നറിയാം, പക്ഷെ നിങ്ങളെ നന്നാക്കാൻ അറിയാവുന്ന ഒരാളാണ് ഞാൻ. ഹല്ലേലൂയ. യേശു അവളോട് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഇങ്ങനെയാണ് പറയുന്നത്, ഹല്ലേലൂയ, നിന്നെ ആരും കല്ലെറിഞ്ഞില്ലേ? എറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഇല്ല, എന്നെ ആരും കല്ലെറിഞ്ഞില്ല, ഞാനും എറിയുന്നില്ല. കാരണം ഞാൻ എറിയാൻ വന്നവനല്ല, നിന്നെ സംരക്ഷിക്കാൻ വന്നവനാണ്. ഹല്ലേലൂയ. യേശു ചുങ്കക്കാരുടെ ഇടയ്ക്കലും പാപികളുടെ ഇടയിലും ഇരിക്കുന്ന കണ്ടപ്പോൾ ശിഷ്യന്മാർക്ക് പോലും ഒരു അസൂയ തോന്നി. എന്തുകൊണ്ടാണ് വിശുദ്ധനെന്ന് ദൈവത്താൽ അറിയപ്പെടുന്ന ഇവൻ, ഞങ്ങൾക്ക് മനസ്സിലായ ഇവൻ, ഹല്ലേലൂയ, ന്യായപ്രമാണത്തിന് കഴിയാത്തൊരു വിശുദ്ധിയിലേക്ക് വന്നവൻ ചുങ്കക്കാരുടെ ഇടയ്ക്കിലും പാപികളുടെ ഇടയിലും പോയതെന്തുവാണ്? കാരണം എന്നറിയോ? കർത്താവ് തേടി വന്നത് അവരെയാണ്. നമുക്ക് പലരെയും ഇഷ്ടമല്ല. പക്ഷെ ഇന്ന് പകരം കർത്താവ് പറയുന്നത്, ഹല്ലേലൂയ, എന്നെ നീതീകരിച്ച അതേ ദൈവമാണ് നിങ്ങളെ നീതീകരിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് കൃപ എന്ന വാക്കിന് ഒരുപാട് പ്രാധാന്യതയുണ്ട്. ഹല്ലേലൂയ. ദയ എന്ന വാക്കിന് ഒരുപാട് പ്രാധാന്യതയുണ്ട്. ലഭ്യതമായത് കൃപയാലാണ്, നിൽക്കുന്നത് കൃപയാലാണ്, നിൽക്കുന്നത് ദയയാലാണ്. ഹല്ലേലൂയ. ആ കൃപയിലും ദയയിലും നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ശക്തി കർത്താവിൽ നിന്ന് ഒഴുകി നിന്നിലേക്ക് വരും. സകലയിടത്തും നന്നായി നിൽക്കാൻ പറ്റുന്ന രീതിയിൽ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകല് ഞാൻ നിങ്ങളെ നോക്കി ആത്മാർത്ഥമായിട്ട് ഹൃദയത്തിൽ നിന്നൊരു ആശ്വാസം പങ്കുവെക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾക്കും നിലനിൽക്കാൻ പറ്റും, നിങ്ങൾക്കും ആകാൻ പറ്റും. കാരണം ആകുന്നവൻ നിന്റെ അവസ്ഥയെ ക്ഷമിച്ച് നിന്റെ കൂടെ നിൽപ്പുണ്ട്. നിന്റെ എത്ര വലിയ ആകുലതയും മനോഭാരത്തെയും ചിന്തനീയമായ വിഷയത്തെയും ഉള്ളതുപോലെ എടുത്തു മാറ്റാൻ
ഞ്ഞവനാണ്. ഹല്ലേലൂയ. അവൻ പാപത്തെ ക്ഷമിച്ചെന്നല്ല, അവൻ സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ തൻ്റെ ശരീരം കൊണ്ട് വഹിച്ചു. ഹല്ലേലൂയ. അവൻ പാപത്തിന് പരിഹാരമായി മരിക്കുകയും നമ്മുടെ രോഗങ്ങളെ അവൻ വഹിക്കുകയും ചെയ്തു. ഇന്ന് പകല് ക്ഷീണത്തിലും ഭാരത്തിലും വേദനയിലും ദുഃഖത്തിലും ഇരിക്കുന്നവരോട് ഞാൻ പറയുന്നു, നിന്റെ ഭാരം വഹിച്ച കർത്താവിൻ്റെ കരത്തിലേക്ക് നീ നിന്നെ തന്നെ കൈമാറ്. നിന്റെ ബലഹീനത ഉള്ളതുപോലെ തന്നെ ഒഴുകിപ്പോ. കരനാടിച്ച ദൂതിനെ ഒന്ന് സ്വീകരിച്ച് ഹല്ലേലൂയ. അച്ഛനോട് ഞാൻ ആത്മാർത്ഥമായി പറയുന്നു, ഹല്ലേലൂയ, കണ്ണിന്റെ കാഴ്ച അത് മടങ്ങി വരട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആ പോകുന്ന ചെറിയ ചെറിയ ഞരമ്പുകളെ ചെറിയ ക്ഷതയേറ്റ് കഴിഞ്ഞാൽ ആ കാഴ്ചയ്ക്ക് അല്പം മങ്ങലുകളൊക്കെ ഉണ്ടാകും. പ്രായത്തിൻ്റെ അവസ്ഥയിലേക്ക് കയറുമ്പോൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഇന്ന് പകല് ഞാൻ പറയുന്നു, ഹല്ലേലൂയ, ഈ ശരീരത്തിൻ്റെ മേൽ അഭിഷേകം വാഴുമ്പോൾ ഹല്ലേലൂയ ഒരു വിടുതലിനുള്ള സാധ്യത വളരെ വലുതാണ്. അതുകൊണ്ട് ഇന്ന് പകൽ വിശ്വസിക്കുന്നവരോട് പറയുന്നു, ശരീരത്തിനകത്ത് സൗഖ്യം ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ വെളിപ്പെടും. ഹല്ലേലൂയ. ഒരു ഡിവൈൻ ഹെൽത്തിലേക്ക് പരിശുദ്ധാത്മാവ് നടത്തട്ടെ. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട യേശുക്രിസ്തുവിന്റെ കാൽവറി മരണത്തിലൂടെ വിശ്വസിക്കുന്നവർക്ക് ഇപ്പോൾ ന്യായപ്രമാണം കൂടാതെ ദൈവത്തിന്റെ നീതി ഉണ്ടെന്ന് 3-ാം അധ്യായത്തിനകത്ത് പറയുമ്പോൾ 4-ാം അധ്യായത്തിനകത്ത് ഒരു വ്യക്തിയെ ഇങ്ങനെ തുറന്നു കാണിക്കുകയാണ്. വിശ്വാസത്താൽ അതിൽ നീതീകരിക്കപ്പെട്ട നമ്മുടെ പിതാവാകുന്ന അബ്രഹാമിനെ. അതിൻ്റെ ഇടയ്ക്കൊരു വാക്കുണ്ട്, അത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇതുവരെ പറഞ്ഞു വന്നേ. അബ്രഹാം പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ വിഗ്രഹങ്ങളെ ആരാധിച്ചുകൊണ്ട് അങ്ങ് ഹല്ലേലൂയ ഊരിൽ പത്തനാരാമിൽ ആയിരുന്ന സമയങ്ങളിൽ അവിടെ എൻ്റെ അടുക്കൽ ഒരാൾ ഇറങ്ങി വന്ന് എന്നോടൊരാൾ സംസാരിച്ചു. ഹല്ലേലൂയ. ഒരു തേജോമനായ ദൈവം എന്നോട് സംസാരിച്ചു. ഹല്ലേലൂയ. ആ ശബ്ദം എൻ്റെ ലൈഫിനകത്ത് ഒത്തിരി കുളിർമ കൊണ്ടുവന്നു. ഒരുപാട് ചിന്തനീയമായ വിഷയങ്ങളിൽ കടന്ന അവസ്ഥയായിരുന്നു. തൊട്ടപ്പുറയുള്ള തൻ്റെ കുടുംബത്തിനകത്ത് സഹോദരങ്ങൾക്ക് മക്കളുണ്ടായിരുന്നപ്പോൾ മക്കളില്ലാത്ത ഭാരത്തിൽ കിടക്കുന്നവൻ്റെ മനസ്സിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ദൈവം വിളിച്ചു, ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക്. വിട്ടിറങ്ങിപ്പോരുമ്പോൾ ഒരുവൻ പറ്റി നിന്നു, പേര് ലോത്ത്. ഹല്ലേലൂയ. ലോത്തും വിട്ടുമാറിയപ്പോൾ ദേശം ദൈവം ചൂണ്ടിക്കാണിച്ചു. വിട്ട് ചിലത് മാറിയാൽ കർത്താവ് ചിലത് ചൂണ്ടിക്കാണിക്കും. ഹല്ലേലൂയ. ചൂണ്ടിക്കാണിച്ചിട്ട് പറയാ, നീ ഇടത്തോട്ടും വലത്തോട്ടും, ഹല്ലേലൂയ, ഹല്ലേലൂയ, തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാട്ടോട്ടും പരക്കും. പിടിക്കുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഒറ്റയ്ക്കേ ഉള്ളൂ. ഹല്ലേലൂയ. പക്ഷേ കർത്താവ് പറയാണ്, നീ ആ ദേശത്ത് പരക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഉറപ്പിക്കുന്ന ഉറപ്പിലാണ്. ഹല്ലേലൂയ. ആകാശത്തിലേക്ക് നീ നോക്കിക്കുക, അതുപോലെ നിന്റെ സന്തതികളാകും. കടൽക്കരയിലെ മണൽത്തരി എടുത്ത് കൈ കൊടുത്തിട്ട് പറയുക, അതുപോലെ നിന്റെ സന്താനമാകും. ഈ പകൽ ഞാൻ വീണ്ടും പ്രവചിക്കുന്നു, സഭയെ നോക്കി ഇല്ലായ്മയെ കണ്ട് നീ ഭാരപ്പെടരുത്, മറിച്ച് ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ വിശ്വസിക്കുക. വചനം പറയുന്നു, അവിശ്വാസം കൊണ്ട് ദൈവത്തെ സംശയിച്ചില്ല. ആമേൻ. അവിശ്വാസത്തിന്റെ സാഹചര്യം വീടിനകത്ത് മുളയ്ക്കുന്നുണ്ട്. സ്ത്രീകൾക്കുള്ള പതിവ് നിന്നു പോകുമ്പോൾ ഉദരത്തിൽ നിന്നൊരു കുഞ്ഞു പുറത്തും വരുമെന്നുള്ള അവിശ്വാസത്തിന്റെ ചിന്ത ഹല്ലേലൂയ കയറി വരുമ്പോൾ ആ അവിശ്വാസം കൊണ്ട് വാക്ക് പറഞ്ഞവനെ അവിശ്വാസിക്കാതെ ആശയ്ക്ക് വിരോധമായി ആശയോടെ കർത്താവിന്റെ മുഖത്തേക്ക് വീണ്ടും നോക്കുക. ഇതിനകത്തൊരു പദമുണ്ട്,
ഹല്ലേലൂയ, തന്നെ തന്നെ താൻ നോക്കി കാണുന്നത് ഹല്ലേലൂയ തൻ്റെ കണ്ണുകൾ കൊണ്ടല്ല, ദൈവം തന്നെ എങ്ങനെയാണോ കാണുന്നത് ഹല്ലേലൂയ ആ കണ്ണുകൊണ്ട് ഹല്ലേലൂയ ഈ മനുഷ്യൻ തന്നെ തന്നെ നോക്കാൻ തയ്യാറായി. അവിടെ താൻ പറയുന്നൊരു വാക്കുണ്ട് ഹല്ലേലൂയ, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുകയും മരിച്ചവരെ ജീവിപ്പിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ താൻ തന്നെ തന്നെ നോക്കി. ഇന്ന് പകൽ വിശ്വാസത്തോടെ വിളിച്ചു പറയാ, ദ ഗോഡ് ഓഫ് ക്രിയേഷൻ, ക്രിയേറ്റർ. ഹല്ലേലൂയ, നമ്മുടെ ദൈവം ഒരു സാധാരണ ദൈവമല്ല. ഹി ഈസ് ദ ക്രിയേറ്റർ. അവൻ സൃഷ്ടാവാണ്. അവൻ അവന്റെ വാക്കുകൊണ്ട് സകലത്തെയും സൃഷ്ടിച്ചതാണ്. ഈ വചനത്തിന് ഇപ്പോഴും ഇങ്ങനെ നമ്മൾ പ്രസംഗിക്കുകയും സ്വീകരിക്കുകയും ചെയ്യപ്പെടുന്നതിൻ്റെ പിന്നിലെ കാരണമുണ്ട്. സാഹചര്യങ്ങൾ മോശമാകുമ്പോൾ വചനം ഹല്ലേലൂയ അച്ഛൻ പറഞ്ഞതുപോലെ ലോഗോസ് അത് റീമയാകും. ഹല്ലേലൂയ, റീമയുടെ പ്രത്യേകത ഇല്ലാത്തടത്ത് ചിലത് മുളയ്ക്കും, ഇല്ലാത്തടത്ത് ചിലത് മുളയ്ക്കും, ഇല്ലാത്തടത്ത് ചിലത് മുളയ്ക്കും, ഇല്ലാത്തടത്ത് ചിലത് മുളയ്ക്കും. ഈ വചനത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇതിൽ റീമയായി വെളിപ്പെടുമ്പോൾ അത് ചിലതിനെ മുളപ്പിക്കും. ഇല്ലാത്തതുളവാകും. പറഞ്ഞേ, ഇല്ലാത്ത ഇത് പറയുമ്പോൾ ചിലത് മിണ്ടാതിരുന്ന പിടിക്കുന്നത്. ഹല്ലേലൂയ, നന്നായി പറഞ്ഞോളാണ്. ഇല്ലാത്തതുളവാകും, ഇല്ലാത്തതുളവാകും, ഇല്ലാത്തതുളവാകും. ഹല്ലേലൂയ, മേ ബി നിന്റെ പൊസിഷൻ, നീ ചെല്ലേണ്ട സ്ഥലം, നീ ആയിരിക്കേണ്ട മേഖല ഇല്ലായിരിക്കാം. ബട്ട് ഹല്ലേലൂയ, നീ ഉണ്ടെങ്കിൽ നിന്റെ ദൈവം നിനക്ക് വേണ്ടി സാഹചര്യങ്ങളെ ഉണ്ടാക്കും. ആമേൻ, ഹല്ലേലൂയ. സാഹചര്യങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ള സംശയത്തിനകത്ത് വിചാരപ്പെടരുത്. ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരു ക്രിയേറ്ററിനെ എനിക്കറിയാം. നിർജ്ജന പ്രദേശങ്ങളിലകത്തേക്ക് പീലിപ്പോസ് പോകുന്നത് ഹല്ലേലൂയ അവിടെ ആളുണ്ടോ ഇല്ലയോ, ആരെങ്കിലും ഒളിച്ചിരിപ്പുണ്ടോ എന്ന് നോക്കിയിട്ടല്ല, പറയുന്നവൻ വിശ്വസ്തൻ. ഹല്ലേലൂയ, ഒരു വലിയ ദേശത്ത് ഒരു ഉണർവ് പ്രസംഗകനായി വിളിക്കപ്പെട്ട് ഒരു മടി കൂടാതെ അവിടെ പ്രസംഗിക്കുകയും പ്രവചിക്കുകയും ചെയ്യുന്ന ഇടത്ത് നിന്ന് ഒരാളിലേക്ക് ലക്ഷ്യമിട്ട് ദൈവം ഒരാളിലേക്ക് മാത്രം നിയോഗമിട്ടുകൊണ്ട് ഈ മനുഷ്യന്റെ ലൈഫിനെ തിരിക്കുന്നതിന്റെ പിന്നിലെ കാരണം എന്തെന്ന് ചോദിച്ചാൽ ദൈവത്തിന് ചിലത് ഹല്ലേലൂയ വ്യത്യസ്തമായി ചെയ്യാനുണ്ടെന്നുള്ളതാണ്. ഈ ദൂതിനെ അതിന്റെ വിശാലത പിടിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ ഇത് തുറന്നു വരും. ഹല്ലേലൂയ, വിശ്വാസത്തോടെ ഞാൻ വിളിച്ചു പറയുന്നു, നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ പരിമിതികൾക്കകത്തുള്ള കാഴ്ചപ്പാടിനകത്തല്ല, വിശാലമായ ഒരു കാഴ്ചപ്പാട് വിശുദ്ധ വചനം നിനക്ക് തരുന്നുണ്ട്. ഇൻ ക്രൈസ്റ്റിൽ നിന്നെ നോക്കുക, ക്രിസ്തുവിൽ നിന്നെ കാണുക, ക്രിസ്തുവിൽ നിന്നെ നീ മനസ്സിലാക്കുക, ക്രിസ്തുവിൽ നിന്നെ നീ പ്രിപ്പയർ ചെയ്യുക, ക്രിസ്തുവിൽ നിന്നെ തന്നെ പ്ലാൻ ചെയ്യുക. അവൻ വലിയ കാര്യങ്ങൾ നിന്നിലൂടെ അവതരിപ്പിക്കും. അടുത്തിരിക്കുന്ന ആളോ വലിയ കാര്യങ്ങൾ ചെയ്യും. വലിയ കാര്യങ്ങൾ, വലിയ കാര്യങ്ങൾ, വലിയ കാര്യങ്ങൾ, പറ വലിയ കാര്യങ്ങൾ, വലിയ കാര്യങ്ങൾ. ഇതൊരു പ്രൊഫറ്റിക്കൽ മൂവിൽ നിങ്ങൾ പിടിക്കാമെങ്കിൽ ചിലത് വലുത് നിങ്ങൾ കാണും. ഹല്ലേലൂയ, മോശയെ ദൈവത്തിൻ്റെ അന്തരീക്ഷത്തിനകത്തേക്ക് പരിശുദ്ധാത്മാവ് ഇങ്ങനെ വലിച്ചു പിടിക്കുന്നതിൻ്റെ പിന്നിലെ കാര്യം എന്നറിയാവോ? ഇന്നലകളിൽ കണ്ടൊരു കാഴ്ചയല്ല നീ ഇനി കാണാനുള്ളത്. നിന്റെ ഹൃദയത്തിനകത്തൊരു ഭാരവും വേദനയും നെടുവീർപ്പും കുറ്റബോധവും പോകാൻ കഴിയാത്ത ഒരു ബുദ്ധിമുട്ട് നിൽപ്പുണ്ട്. അതിലേക്ക് ഞാൻ നിന്നെ മടക്കി അയക്കുമ്പോൾ നിന്റെ മുഖത്തൊരു മ്ലാനത വെളിപ്പെടാതെ വണ്ണം ഒരു ധൈര്യത്തോടെ പോകാൻ കഴിയുന്ന ഒരു വലിയ കാഴ്ചപ്പാട് ഈ അന്തരീക്ഷത്തിനകത്തൂടെ നിനക്ക് ലഭിക്കുകയാണ്. വിശ്വാസത്തോടെ കരങ്ങൾ അടിച്ചതിനെ സ്വീകരിക്കുക. കർത്താവ് നിന്റെ ലൈഫിനെ മറ്റൊരു ദിശയിലേക്ക് ടേൺ തിരിക്കട്ടെ. എന്നോട് കർത്താവ് പറയുന്നു, ആശ്വസിപ്പിക്കുന്ന ദൈവം വെളിപ്പെടുന്നു. വിഷയമായിട്ട് ബന്ധപ്പെട്ടല്ല കർത്താവ് പറയുന്നത്, എൻ്റെ ഉള്ളത്തിൽ പറയുന്നത് എനിക്കറിയാം. ആശ്വസിപ്പിക്കും. നിന്റെ ഏതാണോ നീ നെടുവീർപ്പെട്ടത് ആ വിഷയത്തിനകത്ത് ആശ്വസിപ്പിക്കുന്നവൻ വെളിവരികയാണ്. ഹല്ലേലൂയ, പോട്ട മോനെ എന്ന് പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിക്കുകയല്ല, അതിന് പരിഹാരം തന്ന് ആശ്വസിപ്പിക്കാൻ എൻ്റെ കർത്താവിന് കഴിയും. ആമേൻ, ഹല്ലേലൂയ. അബ്രഹാം തന്നെ നോക്കിയത് ഹല്ലേലൂയ തന്റെ പരിമിതി 100-ാമത്തെ വയസ്സിലേക്ക് എത്തുമ്പോൾ തന്റെ ശരീരം ക്ഷീണിച്ചു തുടങ്ങി എന്നുള്ള പരിമിതി നോക്കിക്കൊണ്ടല്ല, മറിച്ച്
ഹല്ലേലൂയ. തന്റെ ശരീരത്തിനപ്പുറം ദൈവം എന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അതിനപ്പുറത്തേക്കൊന്നുമില്ല. വേർഡ് ഓഫ് ട്രൂത്ത്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇതിനകത്തൊരു സത്യമുണ്ട് കേട്ടോ. നിങ്ങളുടെ ശരീരത്തെയോ നിങ്ങളുടെ പ്രകൃതിയെയോ സമ്പത്തിനെയോ ആരോഗ്യത്തെയോ കൂടെ ആരെങ്കിലും നിപ്പുണ്ടോന്നോ കസേരയിൽ ആരെങ്കിലും ഇരിപ്പുണ്ടോന്നൊന്നും നോക്കിയിട്ടല്ല കർത്താവ് നിനക്ക് വാക്ക് പറയുന്നത്. ഹല്ലേലൂയ. കർത്താവ് അവന്റെ വലിപ്പത്തിൽ കർത്താവ് നമുക്ക് പ്രോമിസ് നൽകുന്നത്, ഹല്ലേലൂയ, എനിക്ക് എത്ര വണ്ടി ഉണ്ടെന്ന് ഉണ്ടാക്കിയിട്ടാലോ, എനിക്ക് എത്ര വിദ്യാഭ്യാസം ഉണ്ടെന്ന് നോക്കിയിട്ടോ, എൻ്റെ കളർ ഏതാ ജാതി ഏതാന്ന് നോക്കിയിട്ടല്ല. കർത്താവ് എന്നെ വിളിക്കുമ്പോൾ, കർത്താവ് നിങ്ങളെ വിളിക്കുമ്പോൾ, കർത്താവ് നിങ്ങളോട് സംസാരിക്കുന്നത് എൻ്റേത് നോക്കിയിട്ടല്ല, അവൻ്റെ നോക്കിയിട്ടാ പറയുന്നത്. ഹല്ലേലൂയ. കർത്താവ് അബ്രഹാമിന് ഒരു സത്യം ചെയ്തു കൊടുക്കുമ്പോൾ, ഹല്ലേലൂയ, ഭൂമിയിൽ ആരെയും കാണാത്തത് കൊണ്ട് തന്നെ ചൊല്ലിത്താൻ സത്യം ചെയ്തു. ആമേൻ. നിങ്ങൾക്ക് വാക്കുകൾ അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം ഹല്ലേലൂയ, ഒരു ഹല്ലേലൂയ, ഞാനിപ്പോ എനിക്കൊരു പ്രശ്നം ഉണ്ടായാൽ ഞാൻ ജോർജാനെ പിടിച്ചോണ്ടിരിക്കുക. എന്റെ ഈ കാര്യത്തിന് ജോർജാൻ സാക്ഷി. ഞാൻ ഉത്തരവാദിത്തം ഏറ്റെടുത്തില്ലേ പിന്നെ ആരോ ഉത്തരവാദിത്തം ജോർജാൻ ഏറ്റെടുത്തോ? അമേൻ. ഹല്ലേലൂയ. ഇങ്ങനെ ദൈവം ഒരു സാഹചര്യത്തിനകത്തേക്ക് വരികയാണ്. ഹല്ലേലൂയ. ഒരു മകനെ കൊടുക്കുമെന്നും എന്നുള്ള സാഹചര്യത്തിനകത്തേക്ക് വരികയാണ്. വരാൻ നേരത്ത് ദൈവം പറയാണ്, ഈ ഭൂമിയുള്ള ഒറ്റ ഒരുത്തനെ നോക്കിയല്ല ഞാൻ നിനക്ക് വാക്ക് പറയാൻ പോകുന്നത്. ഹല്ലേലൂയ. എനിക്ക് വാക്ക് പറയുന്നത് ഞാൻ എന്നെ തന്നെ കണ്ടിട്ടാ. ആമേൻ. ആ വാക്ക് നിവർത്തീകരിക്കാൻ ഈ ഭൂമിയിലേക്ക് ഹല്ലേലൂയ ഒരു ഭ്രൂണമായി അവതരിച്ചു വന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. അവനെ കുറിച്ച് പറയുന്നിടത്തെല്ലാം പറഞ്ഞു വെക്കുന്ന ഒരു വാക്കുണ്ട്. ഇത് പ്രവാചകന്മാർ പറഞ്ഞത് നിവർത്തീകരിക്കപ്പെടേണ്ടതിന് ഇത് ഇങ്ങനെ സംഭവിച്ചു. ഇന്നലകളിൽ അകത്ത് വീണ പ്രവചന വാക്ക് വിശ്വാസത്തോടെ ഉദരത്തിൽ സൂക്ഷിക്കുന്നവർ ആരെങ്കിലും എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ as a prophet I prophesy, ഇന്ന് രാവിലെ ഞാൻ പ്രവചിക്കുന്നു, നിന്റെ ലൈഫിലേക്ക് അതിനെ കണക്ട് ചെയ്യാൻ ഈ ഭൂമിയിൽ ആരും നിന്റെ കൂടെ നിന്നില്ലെങ്കിലും അവൻ ഇറങ്ങി വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് അവിശ്വാസത്തിന്റെ കാരണങ്ങൾ തപ്പി തെരഞ്ഞെടുക്കാതെ, ചിലർക്കൊന്നും ഇല്ല, ചിലരത് തപ്പിയെടുക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നേരം വെളുത്ത് എഴുന്നേൽക്കുമ്പോഴേ മുഴു നിയന്ത്രണവും യേശു കർത്താവിലേക്ക് വെച്ച് കൊടുത്തിട്ട് വളരെ ഫ്രീ ആയിട്ടിരിക്കേണ്ടവർ തപ്പി ആരോടെയൊക്കെ ചോദിച്ച് മനസ്സിലാക്കി കാരണങ്ങൾ കണ്ടെത്തി വെറുതെ കർത്താവിനെ സംശയിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഭയങ്കര അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ഇങ്ങനെയൊന്നും അല്ല കേട്ടോ അവിടെ നിൽക്കുന്നത്. എന്റെ കഴുത്തിനും കാലിനും ഒക്കെ ഭയങ്കര വേദനയാണ് കഴിഞ്ഞ ദിവസം. കാരണം എന്താണെന്നറിയോ? ദൂത് പറഞ്ഞാൽ പിന്നെ അത് നോക്കി കണ്ടോ പറയാൻ പറ്റുള്ളൂ. ആരാ കയറി പിടിക്കുന്നത് പറയാൻ പറ്റത്തില്ല. വട്ടം കയറി പിടിച്ചു കളയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കഴിഞ്ഞ ദിവസത്തെ ആരാധനയ്ക്ക് ശേഷമായിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ കുറച്ചു നേരം ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഒരു ബുക്ക് എടുത്ത് കൈ പിടിച്ചു, വായിക്കാൻ തുടങ്ങി. ഹൂ ഈസ് പ്രൊഫറ്റ്, അതാണ് എസെക്കിയേൽ ഫ്രാൻസിസിന്റെ ബുക്കാണ്. കുറച്ച് നാൾ മുമ്പ് കൈ കിട്ടിയതാണ്. അന്ന് വായിക്കാൻ മനസ്സിനൊരു ആഗ്രഹം തോന്നിയില്ല, മാറ്റി വെച്ചു. കഴിഞ്ഞ ദിവസം ഭയങ്കര ആഗ്രഹം ഉണ്ടായി വായിക്കുക. ഒരു 10 മണി മുതലാണ് വായിക്കാൻ തുടങ്ങണം. വായിച്ചു കേൾക്കുമ്പോൾ ഇതിനിടയിൽ ഞാൻ എപ്പോഴും ഉറങ്ങിപ്പോയി. ഒരു 10-40 പേജ്, അത് ഉറപ്പാണ്, 40 പേജൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. 40 പേജ് കഴിഞ്ഞപ്പോൾ ഞാൻ ഉറങ്ങിപ്പോയി. തീർന്നങ്ങ് വായിക്കുക. 12 മണി കഴിഞ്ഞു പോയി. അപ്പോൾ ആരോ ബെല്ലടിക്കുന്ന, ഒളിഞ്ഞ് ബെല്ലടിക്കുന്ന ഒച്ച കേട്ട് ഞാൻ പുറത്ത് വന്ന് നോക്കിയപ്പോൾ ആരുമില്ല. തൊട്ടിപ്പുറം ഒരു പുതിയ വിശ്വാസികൾ വന്നിട്ടുണ്ട്. അവരെങ്ങാനും എന്തെങ്കിലും അവരുടെ അമ്മച്ചുണ്ട് വയ്യ കിടക്കുക, എന്തെങ്കിലും പ്രയാസമാണെന്ന് നോക്കാൻ വേണ്ടിയാണ്. ഇന്നലെ അവരുടെ വീട്ടിൽ കറണ്ടൊന്നും ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ ചെന്നിട്ട് അതെല്ലാം ശരിയാക്കി. അപ്പൊ അവരിടയ്ക്കിടയ്ക്ക് വന്നിങ്ങനെ വിളിക്കും. ഞാൻ അവരാന്ന് നോക്കിയപ്പോൾ വീണ്ടും ബെല്ലടിച്ചു. ഇത് ശമുവേലിനുണ്ടായതുപോലെയുള്ള അനുഭവമാണ്. ഇത് എനിക്ക് മനസ്സിലായില്ല. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലെ ബെല്ലടിക്കാതെ എൻ്റെ അകത്താണ് ഈ ബെല്ലടിക്കുന്നത്. ഞാൻ വീട്ടിൽ പോയി 1-2 പേജ് വായിച്ചപ്പോൾ ഞാൻ ഉറങ്ങിപ്പോയി. വീണ്ടും ബെല്ലടിച്ചു. പിന്നെ ഇങ്ങനെ ബെല്ലടിക്കുന്നുണ്ട്. ഈ ബെല്ലടിച്ചപ്പോഴാണ് ഞാൻ ശരിക്കും നോക്കുന്നത്. സത്യത്തിൽ ഞാൻ ആരാധിച്ചുകൊണ്ടിരിക്കുക. സത്യത്തിൽ ഞാൻ ഉറങ്ങുവാണ്. എവിടെയോ നന്നായിട്ട് ആരാധന നടക്കുന്നു. ഒരു ആരാധനയുടെ അന്തരീക്ഷത്തിനകത്ത് ഞാൻ ഇരിപ്പുണ്ട്. ശക്തമായി കർത്താവിനെ കാലും കൈയും
കൈയൊക്കെ അടിച്ച് കർത്താവിനെ ആരാധിക്കുകയാണ്. ഇതിനിടയിലിരിക്കുമ്പോൾ ഞാൻ അത്ര ഫ്രീ ആയിട്ട് ആരാധിക്കാറില്ലെന്ന് തോന്നുന്നു. അതുപോലെ ആരാധിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ കർത്താവ് ഒരു ആത്മീയ അന്തരീക്ഷത്തിനകത്തേക്ക് കൊണ്ടുവന്നു. കർത്താവിനോട് പറഞ്ഞൊരു കാര്യം, ചിലതൊക്കെ കൈമാറുമ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നമുക്കുണ്ടാകും. ഹല്ലേലൂയ. അന്ന് രാവിലെ എൻ്റെ വാക്കുകൾക്ക് ഭയങ്കര ശക്തിയായിരുന്നു. കാരണം രാത്രി മുഴുവൻ ഉറങ്ങുമായിരുന്നെന്ന് പറയാൻ പറ്റത്തില്ല. എൻ്റെ ആത്മമനുഷ്യൻ ഒരു ആരാധനയിൽ പങ്കെടുക്കുമായിരുന്നു. രാവിലെ പങ്കെടുത്തതിനേക്കാൾ ഞാൻ പറയാം, അങ്ങനെ ചിലത് നിങ്ങളുടെ മേലും വെളിപ്പെടാൻ പോവാ. അനുഭവങ്ങൾ മാറട്ടെ. നിങ്ങളുടെ പ്രാർത്ഥന ഒറ്റയ്ക്ക് ആരാധിക്കുന്നവർ എത്ര പേരുണ്ട്? ഒറ്റയ്ക്ക് കൂട്ടത്തിലിരുന്ന് ആരാധിക്കാൻ പറ്റും. ഒറ്റയ്ക്ക് പൈയടിച്ച് പാടി ആരാധിക്കുന്നവരോട് പറയും, നീ ഒരു വ്യത്യസ്തനാണ്. ഹല്ലേലൂയ. സഭ ആരാധന വെച്ചിട്ട് പകുതി പേരില്ല. പക്ഷേ എത്ര പ്രയാസത്തിന്റെ ഘട്ടത്തിലാണെങ്കിലും കർത്താവിന് പറയാനുള്ള ഒരു കാര്യമുണ്ട്. കർത്താവ് വിടുവിച്ചിരിക്കും, പ്രവർത്തിച്ചിരിക്കും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വായിച്ച വാക്യത്തിലേക്ക് അത് വരാൻ പോവാണ്. സമയം തീർന്നു. ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് അടുത്ത ആഴ്ച ഈ വിഷയം മുന്നോട്ട് വെക്കാം. ഈ പൗലോസ് റോമിലേക്ക് യാത്ര ചെയ്യുകയാണ്. 3 വിഷയങ്ങളുണ്ട് അതിനകത്തുണ്ട്. അതൊന്ന് ഡിവൈൻ അസൈൻമെന്റ് ആണ്, ഡിവൈൻ കമ്മീഷൻ, ആത്മനിയോഗം എന്നൊക്കെ പറയുന്നൊരു വിഷയമാണ്. 2 സ്പിരിച്വൽ കൺഫർമേഷൻ ആണ്. 3 സ്പിരിച്വൽ ബ്ലെസ്സിങ്സുകൾ, സ്പിരിച്വൽ കൃപാവരങ്ങൾ. 3 വിഷയങ്ങൾ ഇതിനകത്തുണ്ട്. ഇത് സംബന്ധിച്ച് കർത്താവ് എന്നെ ഇങ്ങനെ പഠിച്ചതൊന്നും അല്ല, ഇത് ഇങ്ങനെ അകത്തേക്ക് ആത്മാവ് നിക്ഷേപിച്ചിട്ടതാണ്. ഒരുപാട് വർഷങ്ങൾക്ക് പിറകിൽ ഈ വിഷയങ്ങളൊക്കെ ഗ്രഹിക്കാനും പഠിക്കാനൊക്കെ അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും മനഃപൂർവ്വമായിട്ട് പഠിക്കുകയോ ഗ്രഹിക്കുകയോ ചെയ്യുന്നതല്ല, കർത്താവായിട്ട് പഠിപ്പിക്കുന്ന ഒരു ഭാഗമാണ്. ഞാൻ ആ ഡിവൈൻ അസൈൻമെന്റ് എന്നൊരു ഭാഗത്തെ മാത്രം, 2 വിഷയത്തെ ഒരുമിച്ച് 1-2 ആലോചന മാത്രം പറഞ്ഞിട്ട് പ്രാർത്ഥിപ്പാനായിട്ട് കർത്താവിൽ ആഗ്രഹിക്കുക. അപ്പോസ്തലനായ പൗലോസിന്റെ ഈ യാത്ര, റോമിലേക്കുള്ള യാത്ര, അതിന് പല സമയങ്ങളിലും മുടക്കം സംഭവിക്കുന്നു അല്ലേ? റോസ് വായിച്ച് നിർത്തിയ ഭാഗം ഒന്നുകൂടെ വായിച്ച് നിങ്ങൾ അറിയണം. അതിന്റെ 12ന്റെ അവസാനം 12ാം വാക്യം വായിച്ചു, 13ാം വാക്യം വായിച്ചു. എന്നാൽ സഹോദരന്മാരെ, എനിക്ക് ശേഷം ജാതികളിൽ എന്ന പോലെ നിങ്ങളിലും വല്ല ഫലവും ഉണ്ടാകേണ്ടതിന് നിങ്ങളുടെ അടുക്കൽ വരുവാൻ പലപ്പോഴും ഭാവിച്ചു, എങ്കിലും ഇതുവരെ മുടക്കം വന്നു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത്. അടുക്കൽ വരുവാൻ ഞാൻ പല പ്രാവശ്യങ്ങളിലായി ആഗ്രഹിച്ചു, എങ്കിലും മുടക്കം വന്നു. ഒരു ആത്മദൂതായിട്ട് ഇത് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. മുടക്കം വന്നതല്ല, കർത്താവ് നിവർത്തീകരിക്കപ്പെടാൻ പോവാ. സ്തോത്രം പറ, നന്നായിട്ട് സ്തോത്രം പറ. എല്ലാവരും വീട്ടിൽ കൊണ്ടുപോകണം ഈ ദൂത്. എല്ലാവരുടെ ലൈഫിനകത്ത് മുടക്കം വന്നതല്ല, നേരെയാകാൻ പോവാ. ഇദ്ദേഹത്തിന്റെ ലൈഫിനെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് മുതല് നമുക്കിത് പഠിക്കാമെങ്കിൽ, തന്നെ എന്തിനായിട്ടാണോ ദൈവം തെരഞ്ഞെടുത്തേക്കുന്നത് അതിലേക്ക് പോകാതെ താൻ മറ്റ് പലതിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. ഹല്ലേലൂയ. ഈ ശുശ്രൂഷ വീട്ടിലേക്ക് കയറാൻ നേരത്ത് ഈ തിരിച്ചറിവുണ്ടാകാൻ നേരത്ത് പറയാണ്, എൻ്റെ ജീവിതത്തിന്റെ നല്ല പങ്ക് ഈ ശുശ്രൂഷയ്ക്ക് വിരോധമായിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ എങ്കിലും എൻ്റെ ജനനം മുതൽ എന്നെ വിളിച്ച് വേർതിരിച്ച ദൈവം എന്ന് പറഞ്ഞാട്ട് എന്നെ ജനനം മുതൽ ഡിവൈൻ അസൈൻമെന്റ് ചിന്തിക്കുമ്പോൾ ഇങ്ങനെ ചിന്തിച്ചു തുടങ്ങണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ജനനം മുതൽ, എൻ്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച ഒരു ദൈവമുണ്ട്. ഒന്ന് തലയിലോട്ട് കൈവച്ചിട്ടുള്ള, എന്നെ കർത്താവ് വേർതിരിച്ച് ഇതിനായിട്ട് തന്നെയാ. ഇതിനകത്ത് ആത്മീയരുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ആത്മീയരാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഹല്ലേലൂയ. ഇന്നലകളിൽ എവിടെയോ ഈ വഴിയിലല്ലായിരുന്നവരോട്, ഈ വഴിയിലോട്ട് വഴിയിലോട്ട് തിരിഞ്ഞവരോട് ഞാൻ പറയുന്നു, നിന്റെ ഇന്നലത്തെയോ ഇന്നത്തെയോ പ്ലാൻ അല്ല, നിന്റെ ജനനത്തിന് മുമ്പേ കർത്താവ് പ്ലാൻ ചെയ്ത സ്ഥലത്താണ് നിങ്ങൾ ഇരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ.
അതുകൊണ്ട് ആ പ്ലാൻ ഏതേലും ഒരു ഘട്ടത്തിൽ തീർന്നു പോകത്തില്ല. ഏതേലും ഒരു സ്ഥലത്ത് വെച്ച് ആ വഴി തീരത്തില്ല. ഹല്ലേലൂയ. തീർന്നു എന്ന് പറയുന്നിടത്ത് പലതും പുതുതായിട്ട് ആരംഭിച്ചിരിക്കും. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം പോപ്പ് പറയുന്ന ഒരു ടോക്ക് ഞാൻ കേട്ടു. പോപ്പിന്റെ പ്രസംഗം കോപ്പി അടിച്ചെന്നൊന്നും പറയണ്ട. ഒരു ടോക്ക് ഞാൻ കേട്ടു. എവറി 2000 ഇയർ ഈസ് എ റിന്യൂവിങ്. എല്ലാ 2000 വർഷം കഴിയുമ്പോഴും പുതിയ പുതുക്കങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. ഞാൻ ചിന്തിച്ചിട്ട് എനിക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയില്ല. ഞാനത് പറഞ്ഞതേ ഉള്ളൂ. ഹല്ലേലൂയ. എവറി 2000 ആണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ പുതിയ നിയമ വിശ്വാസിയുടെ മുമ്പിൽ എപ്പോഴും പുതിയ ആരംഭങ്ങൾ കാണും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ ഹല്ലേലൂയ വിശ്വസിക്കുന്നവരോട് ഞാൻ പറയുന്നു, ചില പുതിയ ആരംഭങ്ങൾ സംഭവിക്കാൻ പോവാ. ഹല്ലേലൂയ. പൗലോസിന് ആ കാര്യം മനസ്സിലായി. ഞാൻ ശൗലായി നടന്ന സമയത്ത് നിന്ന് ഹല്ലേലൂയ ഞാൻ പൗലോസായി മാറുമ്പോൾ പുതിയത് ചിലത് എൻ്റെ മേൽ വെളിപ്പെടുന്നുണ്ട്. പഴയത് മാറിപ്പോകാൻ ഒരു അന്ധത തൻ്റെ ഞാനിത് പറഞ്ഞെന്ന് വന്നൊന്നും അല്ല, എങ്കിലും പറയുന്നു, ഒരു അന്ധത വന്ന് ആ അന്ധത 3 ദിവസം തുടർന്നു. 4-മത്തെ ഒരു തുറവായിരുന്നു. 4-മത്തെ ദിവസം അല്ലെങ്കിൽ ദൈവ അഭിഷിക്തനെ വിട്ട് കൈവച്ച് പ്രാർത്ഥിച്ച് അവന്റെ മേൽ കയറി വന്ന അന്ധതയുടെ ആത്മാവിനെ ശാസിച്ച് അവനെ പുതിയ കാഴ്ചപ്പാടിലേക്ക് ദൈവം വിട്ടു. ആമേൻ. ഞാൻ അറിഞ്ഞെന്ന് പറയാം, വഴി ദൈവം പറയിപ്പിക്കുന്നതാണ്. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പ്രിയ അച്ചാനെ ഓർത്ത് ഒരു നിമിഷം സ്തോത്രം ചെയ്ത് ആത്മാവിൽ പറഞ്ഞാട്ട് ചില അന്ധതകളുടെ ദൈവം മാറ്റട്ടെ. ബഹളം വെക്കുന്നതിനകത്തൊന്നുമല്ല, സ്വീകരിക്കുന്നതിനകത്തൂടെ വിടുതലുകൾ വെളിപ്പെട്ടു. ഇനിയുള്ള ദൂതുകളൊക്കെ നിങ്ങൾക്ക് പിടിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. ഞാനത് പറയണം എന്നാക്കണം. പറയൂ. എന്നാ പറഞ്ഞാൽ ഒരു മനുഷ്യൻ, നിങ്ങളതിനും പിടിച്ചോണേ, ഒരു മനുഷ്യൻ ഒരു ഡിവൈൻ അറ്റ്മോസ്ഫിയറിനകത്തേക്ക് കയറുമ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്ന സകല ശുശ്രൂഷകളും തുറന്നു വരിക. ഞാൻ പറഞ്ഞു ഈ സാധനമൊക്കെ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദമസ്കോസിലേക്ക് ഓടുന്ന മനുഷ്യൻ എന്തിനാ ഓടുന്നത്? യെരൂശലേമിൽ ആൾക്കാരെ പിടിച്ചതുപോലെ തന്നെ ദമസ്കോസിൽ യേശുക്രിസ്തുവിന്റെ അനുയായികളെ പിടിച്ചു കെട്ടേണ്ടതിനാ പോകുന്നത്. ഈ ഓട്ടത്തിന്റെ നടുവിൽ ഉയർന്ന ഒരു മലയിലേക്ക് താൻ കേറിക്കൊണ്ടിരിക്കുമ്പോൾ തനിക്ക് എതിർദിശയിൽ യേശു വന്നു നിന്നു. കുതിരയുടെ മേളിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോ അദ്ദേഹത്തെ ഒരു വെളിച്ചം അടിച്ചു. ഒരിക്കലും എനിക്കിവിടെ കിട്ടിയതാണ്. ഞാനിങ്ങനെ ആത്മാവിൽ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ദിവസത്തിൽ പ്രാർത്ഥിച്ച്, കർത്താവേ വചന വെളിപ്പാട് വെളിപ്പെടണം, വചന വെളിപ്പാട് വെളിപ്പെടണം. എല്ലാവരും ചിന്തിക്കുന്ന പോലെ എനിക്ക് പോരാ കർത്താവേ, എനിക്ക് സെപ്പറേറ്റ് ആയിട്ട് സാധനങ്ങൾ വേണം എന്ന് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു മിന്നലടിക്കുന്ന കേട്ട്. ആരാധന കഴിഞ്ഞ് എല്ലാവരും വീട്ടിൽ പോയിട്ട് ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റിട്ടില്ല. പാസ്റ്റർ വന്ന് പറഞ്ഞു, എല്ലാവരും സാക്ഷ്യം പറയുമ്പോഴും സ്വത്രാഴ്ച കഴിയുമ്പോഴും അവിടെ കിടപ്പുണ്ടായിരുന്നു. എഴുന്നേറ്റ് വന്നപ്പം വചന വെളിപ്പാടായിട്ട് വന്നേ. ആമേൻ. ഹല്ലേലൂയ. ഈ മനുഷ്യൻ അന്ന് മുതൽ ഒരു ഡിവൈൻ അറ്റ്മോസ്ഫിയറിനകത്തേക്ക് കയറി, ഒരു ഡിവൈൻ ഡയമെൻഷനകത്തേക്ക് ദൈവം കയറ്റി. ഞാനിത് പറയുകയാണ്, സ്വീകരിക്കാൻ പറ്റുന്നവരൊക്കെ സ്വീകരിച്ചോണം. ഹല്ലേലൂയ. ഒരു മനുഷ്യനെ, ഈ മനുഷ്യനെ തെരഞ്ഞെടുക്കുമ്പോൾ ഇദ്ദേഹത്തിലൂടെ നടപ്പാകേണ്ട സകല ശുശ്രൂഷയും ആ അന്തരീക്ഷത്തിനകത്തേക്ക് ദൈവം തുറക്കുകയാണ്. ഓ, എനിക്കിപ്പോഴത് തുറക്കുക എന്ന വാക്കിന്റെ അർത്ഥം മനസ്സിലായി തുടങ്ങിയത്. ദൈവം ഇന്നലെ വരെ നടത്തിയ ഒരു അറ്റ്മോസ്ഫിയറിനെ ചേഞ്ച് ചെയ്ത് പിടിക്കാൻ മനസ്സുകൊണ്ട് സ്വീകരിക്കാൻ വേണം. പൗലോസ് സ്വീകരിക്കാൻ ആളുണ്ടായിരുന്നു. ഹല്ലേലൂയ. ഇവിടെ സ്വീകരിക്കാൻ ആളുണ്ട്. ഡ്രൈനെസിന്റെ എല്ലാ മേഖലകളെയും കർത്താവ് ശാസിക്കുകയാണ്. അതിന് പകരം ഒരു ഡിവൈൻ ക്ലൗഡ് ദൈവം നിന്റെ ചർച്ചിനകത്ത് അനുവദിക്കാൻ. ഓ, മനസ്സിലാകുക, 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 മനസ്സിലാകുക. 400 വർഷത്തിന്റെ ഹല്ലേലൂയ 400 വർഷം മിസ്രൈമിൽ ഇസ്രായേൽ ജനം ആയിരിക്കുമ്പോൾ അവരുടെ അന്തരീക്ഷത്തിനകത്ത് ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട്.
ഒരു അടിമത്തത്തിന്റെ അറ്റ്മോസ്ഫിയർ, പീഡനത്തിന്റെ അറ്റ്മോസ്ഫിയർ, ഹല്ലേലൂയ, ശാരീരിക ബുദ്ധിമുട്ടുകളുടെ അറ്റ്മോസ്ഫിയർ, ഹല്ലേലൂയ, ആഗ്രഹിച്ചാലും പുറത്തു പോകാൻ, ആഗ്രഹിച്ചാലും ആരാധിക്കാൻ കഴിയാത്ത, ആഗ്രഹിച്ചാലും അവർക്ക് അന്തരീക്ഷത്തെ പിടിക്കാൻ കഴിയാത്ത ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട്. പക്ഷെ അനുവദിക്കപ്പെട്ടത് അതായിരുന്നില്ല. ആ ദൈവജനം അവിടെ ചെല്ലുമ്പോൾ ഇസ്രയേൽ ജനം എന്ന് കണ്ടറിഞ്ഞ് അവിടുത്തെ ഫറവോൻ, ഹല്ലേലൂയ, ഇസ്രയേലിന്റെ തലമുറകൾക്ക്, ഗോത്രങ്ങൾക്ക് വസിക്കാൻ ദൈവത്താൽ ഫറവോൻ അനുവദിച്ചൊരു ഗോശൻ ദേശമായിരുന്നു. ആ ഗോശൻ ദേശം വെറും അടിമനുകപ്പെടുന്ന ഒരു കൂട്ടം കോളനിയായി മാറിപ്പോയി. ഹല്ലേലൂയ. അതിനകത്ത് നിന്ന് ദൈവം ജനത്തെ തിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിനകത്തേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെയും കൊണ്ടുവരിക. ദൈവം മോശയിലൂടെ ഈ ജനത്തെ വിളിക്കുന്നത്, ഹല്ലേലൂയ, തുടർമാനമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്ലൈമറ്റിനകത്ത് തുടരാനല്ല, മറിച്ച് ഇതിനേക്കാൾ ചൂടുള്ള ഒരു മരുഭൂമിക്കകത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകും. പക്ഷേ മരുഭൂമിയുടെ മേലിൽ ഒരു ക്ലൗഡിനെ ഞാൻ അടിച്ചാകും. സ്വീകരിക്കാൻ വരുന്നവർ സ്വീകരിച്ചോണം, സ്വീകരിക്കാൻ വരുന്നവർ സ്വീകരിച്ചോണം, സ്വീകരിക്കാൻ വരുന്നവർ സ്വീകരിച്ചോണം. ഹല്ലേലൂയ. ആ ക്ലൗഡിനെ കൊണ്ടിട്ടിട്ട് യഥാർത്ഥമായ സൗഖ്യം നീ ആ മരുഭൂമിക്കകത്ത് അനുഭവിക്കും. യഥാർത്ഥമായ മന്ന നീ ആ മരുഭൂമിക്കകത്ത് അനുഭവിക്കും. യഥാർത്ഥമായ ഗ്ലോറി നീ ആ മരുഭൂമിക്കകത്ത് അനുഭവിക്കും. ഹല്ലേലൂയ. നിന്റെ വസ്ത്രം പഴകാതെ, എൻ്റെ പേര് എത്ര പേര് കേൾക്കുന്നുണ്ട്, എത്ര പേര് ഇത് ആലോചന കേൾക്കുന്നുണ്ട്? നിന്റെ വസ്ത്രം പഴകാതെ, നിന്റെ കാലിലെ ചെരുപ്പ് തേയാതെ, നിന്റെ ശരീരത്ത് ഉഷ്ണം വെളിപ്പെടാതെ വണ്ണം ഈ ഗ്ലോറി ക്ലൗഡ് നിന്നെ സൂക്ഷിച്ചിരിക്കും. യശയ്യാപ്രവചനത്തിനകത്ത് ഒരു അനുഗ്രഹിക്കപ്പെട്ട വാക്യമുണ്ട്: നിന്റെ മരുഭൂമിയെ ഞാൻ ഏതനാക്കും. നിന്റെ മരുഭൂമിയെ ഞാൻ ഏതനാക്കും, നിന്റെ മരുഭൂമിയെ ഞാൻ ഏതനാക്കും. ഇന്നലെ ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടൊരു ആലോചനയാണ് അത്. അതുകൊണ്ട് ഇതിനകത്ത് കയറി വരുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്, നിന്റെ മരുഭൂമി ഏതനാക്കാൻ ദൈവത്തിന് പറ്റും. മരുഭൂമി ഒറ്റപ്പെടല, മരുഭൂമി ആൾക്കാരില്ല, മരുഭൂമി കുഴികൾ മാത്രമേ ഉള്ളൂ, വെള്ളമില്ല. പക്ഷേ ഏതിൻ്റെ പ്രത്യേകത, ഹല്ലേലൂയ, ഏതിനകത്ത് ദൈവമുണ്ട്, ഏതിനകത്ത് സൗഖ്യമുണ്ട്, ഏതിനകത്ത് ജീവവൃക്ഷമുണ്ട്, ഏതിനകത്ത് ദൈവത്താൽ നിനക്ക് വേണ്ടി ജനിക്കപ്പെട്ട സകലതുമുണ്ട്. ഇത് ചിന്തിച്ചപ്പോൾ കർത്താവിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ആ കാലഘട്ടത്തിൽ മഴ ഉണ്ടായിരുന്നില്ല. ആ കാലഘട്ടത്തിൽ മഴയുടെ ആവശ്യകതയില്ല. മഞ്ഞ് അടിയിന്ന് പൊങ്ങും. മഞ്ഞ് അടിയിന്ന് പൊങ്ങിയിട്ടാണ് അതിനെ, തോട്ടത്തെ നനയ്ക്കുന്നത്. ഒന്ന് പറഞ്ഞ, മഞ്ഞ് അടിയിന്ന് പൊങ്ങും. നിങ്ങൾക്കൊന്നും ഒരു കാര്യവും മനസ്സിലായില്ല. മഞ്ഞ് എവിടുന്ന് പൊങ്ങും? മഞ്ഞ് അടിയിന്ന് പൊങ്ങും. ഇത് ലോ ഓഫ് ഏദനാ. ഏദന്റെ നിയമം അങ്ങനെയാ. ഇനി ഇച്ചിരൂടെ പുറകെ പോയി ഇതിന്റെ വെളിപ്പാടുകളൊക്കെ പറഞ്ഞു തരാം, പിടിക്കാമെങ്കിൽ പിടിച്ചോണം. ഈ ആ ഏദൻ നമ്മൾ, അല്ലെങ്കിൽ സൃഷ്ടിപ്പ് നമ്മൾ കാണുന്നത്, ഈ ദൈവം സൃഷ്ടിച്ച ഭൂമി അത് സാത്താന്റെ കാൽസ്പർശം കൊണ്ട് പാഴും ശൂന്യമായി പോകുമ്പോൾ, അത് പൂർണ്ണമായി നശിച്ചു പോകാതിരിക്കാൻ ദൈവം വെള്ളങ്ങളുടെ മീതെ ഒരാളെ അയച്ചു. ആരെയാണ്? വേരിയന്റി. ഇങ്ങനെയല്ലേ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. പാഴും ശൂന്യമായി തീർന്നു. വെള്ളങ്ങളുടെ മീതെ ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടേയിരുന്നു. ആമേൻ. രണ്ടാമത്തെ സൃഷ്ടിപ്പ് നിങ്ങൾക്ക് എന്നാന്നറിയാമോ? വിധാനമാണ്. വിധാനം ഉണ്ടാക്കുമ്പോൾ മേളിലുള്ള വെള്ളവും താഴെയുള്ള വെള്ളമായിട്ട്, ഏഴയുള്ള വെള്ളമായിട്ട് വേർതിരിച്ചു. മേലിൽ അങ്ങനെ വെള്ളം ഇരിക്കുന്നതായിരിക്കും അല്ലേ? മേലിലോട്ട് നോക്കിയാൽ മതി, വെള്ളം കാണാൻ നിങ്ങൾക്ക്. രൂപഭാവമൊക്കെ വേറെയാന്നേ ഉള്ളൂ. നമ്മൾ ഈ കാണുന്ന പോലെ ഒന്നും ചിന്തിക്കരുത് കേട്ടല്ലോ. എൻ്റെ അറിവ് കുറവാണ്, എങ്കിലും ഞാൻ പറയാം. വേണ്ട, അതിലൊക്കെ പറയാൻ പോയി കഴിഞ്ഞാൽ കാര്യം നടക്കുകയല്ല. നമ്മൾ കാണുന്ന പോലെ ഒന്നും അല്ല പ്രകൃതി, നമ്മൾ കാണുന്ന പോലെ ഒന്നും അല്ല. ഈ കഴിഞ്ഞ ദിവസം ഒരാളുടെ ടോക്ക് കണ്ടു, ഒരു നിരീശ്വരവാദിയ ടോക്കാണ്. ദൈവം ആദ്യം സൃഷ്ടിച്ചത്, അതേ സംബന്ധിച്ച് ഒരു ടോക്ക് കണ്ട്.
മറന്നു ആവശ്യം. കർത്താവേ, യേശുവിന്റെ നാമത്തിൽ. 4-ാം ദിവസമാണ് സൂര്യനെ, അല്ലെ, താഴോട്ട് പഠിക്കുമ്പോൾ സൂര്യനെ സൃഷ്ടിച്ചത്. പിന്നെ 1-ാം ദിവസവും എങ്ങനെയാണ് രാവും പകലുമായത്? പുള്ളി ശരിക്കും വായിക്കാഞ്ഞിട്ട കാര്യമാണ്. ആദ്യം സൃഷ്ടിച്ചത് എന്തുവാ? ലൈറ്റാണ്. ലൈറ്റ് എന്താണ്? ലൈറ്റ്. സൂര്യന്റെ കാര്യമൊന്നുമല്ല അവിടെ പറയുന്നത്. ലൈറ്റാണ്. ലൈറ്റാണ് രണ്ടെണ്ണത്തിനെ വേർതിരിച്ചത്. ഞാൻ ഇതിങ്ങനെ വിശാലമായി പോയി കഴിഞ്ഞാൽ നടക്കത്തില്ല. ഞാൻ ഭൂമിക്കകത്തേക്ക് വരാം. ഭൂമിയുടെ അകത്ത്, ഭൂമി നശിക്കാതിരിക്കാൻ സംരക്ഷിച്ചുകൊണ്ടിരുന്ന ആരാ? പരിശുദ്ധാത്മാ. അതിനകത്ത് നിന്ന് ഭൂമിയെ വേർതിരിച്ചെടുത്ത് പുറത്തു കൊണ്ടുവന്ന ഭൂമിക്കകത്തേക്കാണ് ദൈവം ഓരോ ഭൂമിക്കകത്തുള്ള സൃഷ്ടിപ്പ് ദൈവം നടത്തുന്നത്. അതിനകത്ത് നമ്മൾ പുസ്തകങ്ങളുടെ പരിമിതി, അതായത് പറയുന്ന കാര്യങ്ങളുടെ പരിമിതിക്കകത്തേക്ക് വരുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. ഈ മഞ്ഞ് പൊങ്ങി തോട്ടത്തെ നനയ്ക്കും. അങ്ങനെ പൊങ്ങി നനച്ച ആൾക്കാരാണ്, അങ്ങനെ ഷേപ്പ് കിട്ടിയ ആൾക്കാരാണ് നമ്മൾ. എങ്ങനെയാണ്, അല്ലേ? പിന്നെ വേറൊരു ഭാഗം അവിടെ കിടപ്പുണ്ട്. അവിടെ നിന്ന് മഞ്ഞ് പൊങ്ങി അതൊരു നദിയായി. ഏദനിൽ നിന്ന് ഒരു നദി പുറപ്പെട്ടു. ആ നദി അവിടെ നിന്ന് ഒഴുകാൻ തുടങ്ങി. ആമേൻ. ഇന്ന് പകല് ഞാൻ ആത്മാർത്ഥമായിട്ട് ഒരു കാര്യം വിളിച്ചു പറയാം. ഏദനിൽ നിന്ന് നദി പുറപ്പെടണമെന്ന് ഏദൻ ഏതാണെന്നുള്ളതാണ് ചോദ്യം. പുതിയ നിയമത്തിലെ ഏദൻ സഭയാണ്. പുതിയ നിയമത്തിലെ ഏദനാ? സഭയാണ്. നദി ഒഴുകണ്ട എവിടുന്നാ? ഇനി നിങ്ങൾ കൽപ്പുകൊണ്ട നന്നായിട്ട് മനസ്സിലാക്കി തരാ. ദാഹിച്ചു വലഞ്ഞ് ഇതുപോലത്തെ ഒരു കുപ്പിവെള്ളം പോലും ഇല്ലാതിരിക്കുന്ന ഒരുത്തിനെ നോക്കി പറയാണ്, ദാഹിച്ചിരിക്കുവാണോ? കുപ്പിവെള്ളം തരാന്നല്ല, ഞാനൊരു നദി തരാം. പുറത്തു നിന്നല്ല, നിന്റെ അകത്ത് നിന്ന്. സോ യു ആർ ദ ചർച്ച്. നിന്റെ ഉള്ളിലാണ് ദൈവം നദിയെ ഒളിപ്പിച്ചു വെച്ചേക്കുന്നത്. സ്വന്തം തലയിട്ട് കൈവച്ചാ. നദികള് സ്വന്തമായിട്ടുള്ളവരാണ് ഇതിനകത്തിരിക്കുന്നത്. ഓ, നദികള് സ്വന്തമായിട്ടുള്ളവരാണ് ഇതിനകത്തിരിക്കുന്നത്. ഹല്ലേലൂയ. ഇറങ്ങിയാൽ നദികളുടെ പ്രത്യേകതയുടെ ഒരു കാര്യം, ഈ വെള്ളത്തെ ഒരു രാജ്യത്തിനും പാസ്പോർട്ട് ഉണ്ടോ എന്ന് ചോദിക്കത്തില്ല, വിസ വേണോന്ന് ചോദിക്കത്തില്ല. ഇത് ഒഴുകി തുടങ്ങിയാൽ എല്ലാ ക്രോസ് ലിമിറ്റുകളെയും താണ്ടി ഇത് ഒഴുകിക്കൊണ്ടേയിരിക്കും. ആമേൻ. എസെക്കിയേൽ പ്രവചനത്തിനകത്തൊരു വാക്കുണ്ട്, ആലയത്തിന്റെ ഉമ്മരപ്പടിയിൽ നിന്ന് ഈ ജീവജല നദി ഒഴുകുന്നത് കാണാൻ പറ്റും. ഇത് ഞാൻ ആത്മാവിൽ കൺക്ലൂഡ് ചെയ്യട്ടെ, ഈ വിഷയത്തെ കൺക്ലൂഡ് ചെയ്ത് പറയട്ടെ. ഇത് ഒഴുകുന്നിടത്തെല്ലാം പുതിയ ജീവജാലങ്ങൾ, മരിച്ചു കിടന്നിടത്തെല്ലാം ജീവനുള്ളത് എഴുന്നേറ്റ് വരും. അതുകൊണ്ട് ആഗ്രഹിക്കുക ഒഴുകാൻ വേണ്ടി. ഹല്ലേലൂയ. ഏദനകത്ത് എന്നാ ഉണ്ട്? നദിയുണ്ട്. നദിയുടെ പേര്, ഏദൻ എന്ന വാക്കിന്റെ അർത്ഥം ആനന്ദം എന്നാണ്. ഇപ്പൊ നദിയുടെ പേര് ഞാൻ ഇട്ടേക്കുന്നത് ആനന്ദത്തിന്റെ നദിയാണ്. ഇന്നലകളിൽ നിന്നിലൂടെ ഒഴുകിയത് വിരഹത്തിന്റെ നദിയാണെങ്കിൽ ഞാൻ പ്രവചിക്കുന്നു വചന വെളിപ്പാടിൽ ആനന്ദത്തിന്റെ നദി ഒഴുക്കാൻ പറ്റിയ ഒരാളായിട്ടാണ് ദൈവം നിൽക്കുന്നത്. ഹല്ലേലൂയ. നിന്റെ വീട്ടിനകത്ത് നിന്ന് ആനന്ദം പുറത്തു വരട്ടെ, സന്തോഷം പുറത്തു വരട്ടെ. ഹല്ലേലൂയ. സംഭവങ്ങൾ ഉണ്ടായത് മുഴുവൻ ആകുലതയ്ക്കും പ്രശ്നത്തിനും പ്രതിസന്ധികൾക്കും കാരണമായെങ്കിൽ വിശുദ്ധ വചനം ഇന്ന് രാവിലെ നിങ്ങളോട് വ്യാഖ്യാനിക്കുന്നു, നിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ഹല്ലേലൂയ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ഉള്ളിൽ നിന്ന് വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയും. ഹല്ലേലൂയ. ഈ മനുഷ്യൻ ജനനത്തെ കുറിച്ച് പറയുകയാണ്. എന്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച ദൈവം. ഹല്ലേലൂയ. യെരൂശലേമിലും യഹൂദയിലും ശമരിയിലും ഈ സഭയുടെ ചുറ്റുപാടുകൾ ഒതുങ്ങുമ്പോൾ, സഭയിലെ ഒന്നാമത്തെ രക്തസാക്ഷിയായി സ്റ്റീഫൻ മാറിപ്പോകുമ്പോൾ തന്റെ വസ്ത്രം കാത്തു സൂക്ഷിച്ച് ഒരു കൊടും ക്രൂരനെ പോലെ അതിന്റെ സൈഡിൽ നിന്ന് ഒരുത്തനെ ദൈവം കണ്ടെന്ന് പറഞ്ഞാൽ മിറക്കിൾ ഹാർവസ്റ്റ് ചർച്ചിലുള്ള വിശ്വാസികൾ അംഗീകരിക്കുമോ?
സ്റ്റീവനെ എറിഞ്ഞു കൊല്ലുമ്പോൾ ക്രൂരമായ മുഖത്തോടുകൂടെ സ്റ്റീവനെ ഒന്നുകൂടെ തല്ലിക്കൊല്ലാൻ പറ്റുന്ന രീതിയിൽ ക്രൂരഭാവത്തോടെ നിന്നവനെ അടുത്ത ദിവസങ്ങളിൽ ഹല്ലേലൂയ ദൈവം ഉപയോഗിച്ചു. ഞാനിത് വായിക്കുമ്പോൾ എന്നോട് കർത്താവ് പറഞ്ഞത്, ഹല്ലേലൂയ, എൻ്റെ കരങ്ങൾക്കകത്ത് മേശമേ ശുശ്രൂഷിക്കപ്പെടാൻ പ്രവാചകനായി ശക്തനായ ശുശ്രൂഷകനായി പുറത്തു വന്നൊരു മനുഷ്യനാണ് സ്തെഫാനോസ്. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ ആത്മാവിനാൽ മോൾഡ് ചെയ്യപ്പെട്ടൊരു മനുഷ്യൻ. അവൻ്റെ ജീവിതം രക്തസാക്ഷിത്വത്തിനകത്തേക്ക് അർപ്പിക്കുമ്പോൾ ദൈവത്തിന് ഒരു കാര്യം വ്യക്തമാണ്, ഞാൻ ഇവിടെ അർപ്പിക്കപ്പെടുമ്പോൾ എന്നെക്കാൾ പവറുള്ള ഒരുത്തനെ ഇതിനകത്ത് നിന്ന് പുറത്തു കൊണ്ടുവരാൻ അറിയാവുന്ന ഒരു ദൈവം. ഇത് പൗലോസിനെ അറിയത്തില്ല അന്ന്. പക്ഷേ പൗലോസ് പറയും, എൻ്റെ ജനനം മുതൽ എന്നെ വിളിച്ച് വേർതിരിച്ചൊരു ദൈവം. ഞാൻ ഇപ്പോഴും ഇത് മനസ്സിലാകാതെ ചില നിൽപ്പുണ്ട്. പുറത്ത് വരുമ്പോൾ നീ നിന്റെ തെരഞ്ഞെടുപ്പ് മനസ്സിലാക്കുമ്പോൾ, ആ തെരഞ്ഞെടുപ്പിനകത്തുള്ള ദൈവപ്രവൃത്തി മനസ്സിലാകുമ്പോൾ ആ ടൈം സോൺ തുടങ്ങുകയാണ്. സോ റൈറ്റ് നൗ ചില ടൈം സോണുകളെ ഇപ്പോൾ മുതൽ തുടങ്ങുന്നു. ഒന്നും അനുകൂലമല്ല, എപ്പോഴും നിൽക്കുന്നത് പോലെ നിൽക്കുകയാണ്. പക്ഷേ ഇന്ന് വരെ തുടങ്ങാത്ത ഒരു ടൈം സോൺ നിനക്ക് വേണ്ടി ഈ അന്തരീക്ഷത്തിനകത്ത് കർത്താവ് തുടങ്ങുകയാണ്. ഹല്ലേലൂയ. ഇത് പ്രസംഗിക്കാൻ സമയമില്ല, അതുകൊണ്ട് ഞാൻ ഇന്ന് വരെ പ്രസംഗിക്കാത്ത ഒരു ഭാഗത്തിനകത്തേക്ക് പോയി പോയാം. തർസോസ്, കിലിക്കിയ, സിറിയ. ആദ്യത്തെ 14 വർഷം ഈ മനുഷ്യൻ അവിടെയാ. ആരും ശ്രദ്ധിക്കുന്നില്ല, ആരും ഇല്ല കൂട്ട്. ഹല്ലേലൂയ. എവിടെയൊക്കെയോ നിന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആൾക്കാർ കുറ്റപ്പെടുത്താൻ തുടങ്ങി. കുറച്ചു പേര്, ഇവരല്ലേ ഞങ്ങളെ കൊല്ലാൻ വേണ്ടി ഇന്നലകളിൽ വന്നേ. ഹല്ലേലൂയ. കൂടെ നിൽക്കാൻ ആളില്ല, ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഈ പ്രദേശങ്ങളിൽ സുവിശേഷം അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. യെരുശലേമിൽ അപ്പോസ്തലന്മാരുടെ അടുക്കൽ അറിവ് കിട്ടി. ഹല്ലേലൂയ. ഇന്നലെ സ്തെഫാനോസിനെ കൊല്ലാൻ ഒരുങ്ങുമ്പോൾ അവരുടെ കൂടെ നിന്ന ഒരുത്തൻ ഇപ്പം യേശുവിനെ പ്രസംഗിക്കുന്നുണ്ട്. എന്താ സംഭവിച്ചെന്നൊന്നും അറിയുന്നില്ല. ഇങ്ങനെ സംഭവിക്കാൻ പോവാ ചിലത്, കേട്ടോ. പിടിക്കുന്നവർക്കായി സ്തോത്രം. ഹല്ലേലൂയ. ചിലരൊക്കെ മൈക്കായിട്ട് പുറത്ത് ഇറങ്ങാൻ പോവുകയാണ്. ഹല്ലേലൂയ. എവിടെയോ തെരുവീതികളിൽ നിന്നുകൊണ്ട് ഈ മനുഷ്യൻ യേശുവിനെ പ്രസംഗിക്കുമ്പോൾ ഹല്ലേലൂയ എന്താ സംഭവിച്ചെന്നറിയത്തില്ല. പക്ഷെ പൗലോസിനോട് ചോദിച്ചാൽ പൗലോസ് പറയും, ഹല്ലേലൂയ, ഐ ഹാവ് എൻ എൻകൗണ്ടർ. എനിക്കൊരു എൻകൗണ്ടർ ഉണ്ടായി. ഹല്ലേലൂയ. ഞാൻ ഹല്ലേലൂയ ദമസ്കോസിലേക്ക് പോകുമ്പോൾ എനിക്ക് എതിർവശമായി 3.5 വർഷം നിങ്ങളുടെ കൂടെ ഇരുന്ന യേശു എനിക്ക് അഭിമുഖമായി വന്നു. അവൻ എന്നോട് സംസാരിച്ചു, അവൻ എനിക്ക് വിളിച്ചു, അവൻ എന്നെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ആക്കി. ഹല്ലേലൂയ. ഈ പകൽ വിശ്വാസത്തോട് വിളിച്ചു പറയുന്നു, ചില പുതിയ ശുശ്രൂഷകന്മാരെ ദൈവം സഭയ്ക്കകത്തേക്ക് കൊണ്ടുവരാൻ പോവുകയാണ്. ഹല്ലേലൂയ. പുതിയ യൗവനക്കാരായ സുവിശേഷകന്മാർ സഭയ്ക്കകത്തുണ്ടാകാൻ പോവുകയാണ്. യെരുശലേമിന്റെ പടിവീതികൾക്കപ്പുറത്തേക്ക് സുവിശേഷത്തിന്റെ കേൾവി പോകാതിരിക്കുമ്പോൾ സിറിയ എന്ന സ്ഥലത്ത് യേശുവിന്റെ ശബ്ദം കേട്ടു തുടങ്ങിയിരിക്കുന്നു. കിലിക്യ പ്രദേശങ്ങൾക്കകത്തേക്ക് യേശുവിന്റെ ശബ്ദം കേട്ടു തുടങ്ങിയിരിക്കുന്നു. തർസോസ് യേശുവിന്റെ ശബ്ദം കേട്ടു തുടങ്ങിയിരിക്കുന്നു. ആരാ ഇവനെ വിളിച്ചത്? ആരാ ഇവനെ പുറത്തിറക്കിയത്? പക്ഷെ ഇന്ന് പകല് ഞാൻ പറയുന്നു, ഡിവൈൻ അസൈൻമെന്റുകളെ ദൈവം അത്ഭുതകരമായി പുറത്തു കൊണ്ടുവരാൻ പോകുന്നു. ഡിവൈൻ അസൈൻമെന്റുകൾ. ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുക. ഹല്ലേലൂയ. ചിലരെ ദൈവം തെരഞ്ഞെടുത്ത് ഡിവൈൻ അസൈൻമെന്റുകൾ ഏൽപ്പിക്കുന്നു. ഇത് പിടിക്കാൻ പറ്റുന്ന രീതിയിലല്ല ശൗൽ നിൽക്കുന്നത്. അവന്റെ കയ്യിൽ വാളുണ്ട്, അവന്റെ കയ്യിൽ ഹല്ലേലൂയ ഹല്ലേലൂയ അധികാരപത്രമുണ്ട്. പക്ഷേ ഇന്ന് മിറക്കിൾ ഹാർവസ്റ്റ് ചർച്ച് അതിനെ പിടിക്ക്. ഹല്ലേലൂയ. സുവിശേഷകന്മാർ പുറത്തു വരും. I prophesy divine atmosphere ചിലരുടെ മുമ്പിൽ വെളിപ്പെടുത്തി ഡിവൈൻ അസൈൻമെന്റുകൾ ദൈവം ചിലരുടെ മേൽ എഴുതുകയാ. ഡിവൈൻ അസൈൻമെന്റുകൾ ഇന്ന് പല ദൈവത്താൽ ചില നിയോഗങ്ങൾ നിങ്ങളുടെ മേൽ വെളിപ്പെടുന്നു. കൈ അടിച്ച് ഈ ശുശ്രൂഷ തീരുന്നതിന് മുമ്പ് തന്നെ ചില അസൈൻമെന്റ്സിനെ നിന്റെ ശരീരത്തിനകത്ത് നീ പിടിച്ചോ. Hallelujah, hallelujah,
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രത്യേകമായ ചില നിയോഗങ്ങൾക്കകത്തേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുപോവുകയാണ്. ഇന്നലകളിൽ പരിശ്രമിച്ചിട്ടും എത്തിപ്പിടിക്കാൻ കഴിയാതെ വണ്ണം, ഇന്നലകളിൽ എത്തിപ്പിടിച്ചത് നിന്റെ കരങ്ങളിൽ ഒതുക്കാൻ കഴിയാതെ വണ്ണം, പറഞ്ഞു തുടങ്ങിയിട്ട് മനസ്സിലാകാതെ പോയത് ഇന്ന് പകൽ പരിശുദ്ധാത്മ പറയുന്നു, നിന്റെ മേൽ അസൈൻമെന്റ് വീഴുമ്പോൾ ജാതികൾ നിന്റെ മുമ്പിൽ ഒന്ന് രണ്ട് നിമിഷങ്ങൾ അന്യഭാഷ പറഞ്ഞ് ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കൂ. എന്റെ വാക്കുകൾ നിർത്തുകയാണ്. ചില തലമുറകളെ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കണം. ഇതുവരെ സഭ തലമുറകളുടെ മുമ്പിൽ ഒരു മച്ചിയെ പോലെ നിന്നെങ്കിൽ വചനം പറയുന്നു, ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവം ചില പ്രസവങ്ങൾ, ആത്മീയ ജനനങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. ആത്മീയ ജനനങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. മച്ചി എന്ന് വിളിച്ചു വന്നവൾ ഇത് 6-ാം മാസമെന്ന് സുവിശേഷങ്ങൾക്കകത്ത് പറഞ്ഞു തുടങ്ങുന്നത് പോലെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, പട്ടണങ്ങളിൽ ദൈവം ചിലതിനെ പുറത്ത്, ആത്മഭാരമുള്ള ചിലതിനെ ദൈവം പുറത്തു കൊണ്ടുവരുന്നു. എഴുന്നേറ്റ് നിൽക്കുക. നമുക്ക് ഒരുമിച്ച് എഴുന്നേൽക്കാം. ദൈവക്ഷണതയിൽ ഈ ഭാഗം ഞാൻ തുറന്നതേ ഉള്ളൂ. ഹല്ലേലൂയ, തുറന്നു വെച്ചിട്ടേ ഉള്ളൂ. ഹല്ലേലൂയ. ഒരുപാട് കാര്യങ്ങൾ ഈ വിഷയത്തിനകത്ത് സംസാരിക്കാനുണ്ട്. ഹല്ലേലൂയ. ഞാൻ 1-2 കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുക. സ്വീകരിച്ചോണം. ഹല്ലേലൂയ. ഞാൻ അഭിഷേകത്തെ വിശ്വസിക്കുന്നു. ആമേൻ. പറയാമോ? ഞാൻ അഭിഷേകത്തിൽ വിശ്വസിക്കുന്നു. അഭിഷേകം നുകങ്ങളെ തകർക്കും. ഹല്ലേലൂയ. ഞാൻ മിറക്കിളിനെ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കർത്താവ് മിറക്കിളി ചെയ്യുന്ന കർത്താവാണ്. ഹല്ലേലൂയ. ഞാൻ സൗഖ്യത്തിൽ വിശ്വസിക്കുന്നു. കാരണം എന്നറിയാമോ? അവൻ എൻ്റെ രോഗങ്ങളെ വഹിച്ചവനാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ ഉണർവ് നിന്റെ മേൽ കത്തുകയാണ്. ഹല്ലേലൂയ. നീ ഒരു ഉണർവിന് വേണ്ടി കാത്തിരിക്കേണ്ടത്, നീയാണ് ഉണർവ്. നിന്നെയാണ് ദൈവം ഉണർവായി കണ്ടിരിക്കുന്നത്. Shamaria Thalasia Talala Moshia Rakaracatalala Moshia Rakatalelia La Coria Hallelujah Shapria Toloria Siara Moshia Pria. Hallelujah, hallelujah, hallelujah. സക്കറിയാവിനെ ചീട്ട് വീഴുമ്പോൾ ആലോചിച്ചോണം, സക്കറിയാവ് നിനക്ക് ഇന്ന് വരെ കയറാത്ത ആത്മസാന്നിധ്യമുള്ളൊരു പ്ലേസ് നിനക്ക് ഓണായി. കാരണം എന്താണെന്നറിയാവോ? ദൈവത്തിനൊരു ദൂത് നിന്നോട് പറയാനുണ്ട്. നിന്റെ വീട്ടിലിരിക്കുന്ന ദേശം നിന്ദിക്കുന്ന മച്ചി പ്രസവിക്കും. ഹല്ലേലൂയ. ഇതൊരു ടൈം സോണിന്റെ ആരംഭമാണ്. ഹല്ലേലൂയ. യോഹന്നാൻ 400 വർഷത്തിന് ശേഷം വരുന്ന ഒരു പ്രവാചകനാണ്. 400 വർഷത്തിന്റെ ഇരുണ്ട അവസ്ഥകളെ വെളുപ്പിക്കാൻ ദൈവത്തിന്റെ ശബ്ദമാണ് യോഹന്നാൻ. നറുക്ക് ചീട്ട് വീഴുമ്പോൾ, സക്കറിയാവേ, നീ പുരോഹിതനാണെങ്കിലും നീ പുരോഹിതാവസ്ഥയിൽ നിന്ന് ദൈവ സാന്നിധ്യമുള്ള സ്ഥലത്ത് വരുമ്പോൾ നിനക്ക് മുമ്പ് കാണാത്ത, പുരോഹിതന്മാർ കാണാത്ത ഒരു ദൂതൻ നിന്റെ മുമ്പിൽ വരും. ഞാൻ ദൂതനെ വിശ്വസിക്കുന്നു. ദൂതന്റെ ശുശ്രൂഷകളെ ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ്, ഞാൻ ഇന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഇതെല്ലാം പ്രാർത്ഥിച്ചിട്ടാണ് വന്നേ. ഹല്ലേലൂയ. ഞാൻ ഈ മണറുകാടുന്ന വണ്ടിയെ കയറിയപ്പോൾ കണ്ണടച്ചത് ഈ പാറത്തോട് വന്നപ്പോഴാണ് പറഞ്ഞത്. നിങ്ങൾ ഉറങ്ങുമായിരുന്നു. അല്ല, ഹല്ലേലൂയ, ഞാൻ ഈ കമ്പിയിലൊക്കെ ബലത്തി പിടിച്ചിരിക്കുകയായിരുന്നു. കാര്യം എന്നാണെന്നറിയാമോ? കർത്താവ് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുക. ഹല്ലേലൂയ. എൻ്റെ അടുത്ത് ആര് വന്നെന്നോ ആര് പോയെന്നോ എനിക്കറിയത്തില്ല. പാറത്തോടിലേക്ക് ഇങ്ങനെ വളരെ കണ്ണു തുറക്കുന്നത്. അതുവരെ കണ്ണി ഞാൻ ഇറക്കി പിടിച്ചു. ഹല്ലേലൂയ. ഞാൻ കർത്താവിനോട് പറഞ്ഞു, എന്നെ ചില കാഴ്ചകൾ കാണിച്ചേ പറ്റുള്ളൂ. ഞാൻ ഇന്ന് വചനത്തിലൂടെ അത് കാണുകയാണ്. ഹല്ലേലൂയ. ഒരു ഡിവൈൻ ടൈം സോൺ നിനക്ക് മുമ്പ് തുറക്കുകയാണ്. നിന്റെ ടൈം തുടങ്ങുകയാണ്. മോശയുടെ ലൈഫ് തുടങ്ങുന്നത് 80-ാമത്തെ വയസ്സിലാണ്.
ഹല്ലേലൂയ. സുന്ദരമെന്ന ഗോപുരത്തിന്റെ നടുവിലിരുന്ന് ആരാധിക്കുന്ന, അല്ലെങ്കിൽ ഭിക്ഷയാചിക്കുന്ന ആരാധന നടക്കുന്നതിന്റെ പുറത്ത്, ഹല്ലേലൂയ, മതിലിന്റെ പുറത്തിരുന്ന് ഭിക്ഷയാചിക്കുന്നവന്റെ ടൈം സോൺ തുറന്നത് 41-ാമത്തെ വയസ്സിലാണ്. ഐ പ്രൊഫസൈ, നിന്റെ ടൈം സോൺ തുടങ്ങുകയാണ്. നിന്റെ ഉറക്കങ്ങൾക്കകത്ത് സ്വപ്നങ്ങൾ ഉണ്ടാകും. നിന്റെ യാത്രകൾക്കകത്ത് പ്രവചനാത്മാവ് നിനക്ക് മറ്റുള്ളവരോട് സംസാരിക്കാനായി വരും. നന്ദി പറയാമോ കർത്താവ്? കർത്താവെ നന്ദി. നല്ല പിതാവെ, ഞങ്ങൾ ഒരുമിച്ച് ദൈവശനി പ്രാർത്ഥിക്കുന്നു. കേൾക്കപ്പെട്ട ദൈവീയ ആലോചനകളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. അങ്ങ് പറയുന്നത് പോലെ തന്നെ ഞങ്ങൾ ഒരുങ്ങുകയാണ്. ഡിവൈൻ അസൈൻമെന്റ്, ഡിവൈൻ കമ്മീഷൻ, ഹല്ലേലൂയ, ഞങ്ങളുടെ മേൽ വെളിപ്പെട്ടതിനായി സ്തോത്രം. യേശു ശിഷ്യന്മാരെ അയക്കുന്നത് പോലെ, യേശുവിനെ എങ്ങനെയാണോ പിതാവ് അയച്ചത്, അതുപോലെ തന്നെ ഡിവൈൻ കമ്മീഷൻ ഞങ്ങളുടെ മേൽ അങ്ങ് ചെയ്തിരിക്കുന്നതിനായി സ്തോത്രം. ചില പട്ടണങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ തുറക്കപ്പെടുന്നതിനായി സ്തോത്രം. ചില തുറമുഖങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ തുറക്കപ്പെടുന്നതിനായി സ്തോത്രം. ചില ഭവനങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ തുറക്കപ്പെടുന്നതിനായി സ്തോത്രം. ചില വ്യക്തികൾ ഞങ്ങളുടെ മുമ്പിൽ തുറക്കപ്പെടുന്നതിനായി സ്തോത്രം. കർത്താവേ, ഈ ദൂത് പ്രസവിക്കുന്നവരായി അകത്ത് വന്ന ദൂത് ആഴത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നവരായി ഈ ജനം മാറിയതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ കർത്താവിൻ്റെ മേശയിലേക്ക് കടക്കുന്നു. സ്ഥാനം